ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഏഞ്ചൽ ബ്രോക്കിങ്ങിനകത്ത് എങ്ങനെയാണ് നമുക്കൊരു ഷോർട്ട് സെൽ ട്രേഡ് എടുക്കാം എന്ന് കാണിക്കാം. ഇന്നിപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ടോപ്പ് കമ്പനികളാണെങ്കിലും എല്ലാം വളരെ നല്ല നെഗറ്റീവ് ഫിഗറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതൊരു റിവേഴ്സ് ട്രെൻഡ് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഒരു ഷോർട്ട് സെൽ എടുത്തിട്ടുണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഷോർട്ട് സെൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ സെല്ലാണ് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ സെല്ല് ചെയ്ത പ്രൈസിനേക്കാളും കുറഞ്ഞ പ്രൈസ് കുറയുവാണെങ്കിൽ നമുക്കതൊരു പോസിറ്റീവായിട്ട് വരും. ഇപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്യാനായിട്ട് ഞാനത് കിറ്റക്സിനകത്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ കിറ്റക്സിനകത്ത് ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ബൈയും സെല്ലും കാണാൻ സാധിക്കും. ഞാനത് സെല്ലാണ് എടുക്കുന്നത്. സെല്ല് സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി ഏകദേശം ഒരു 6000 റുപ്പീസാണ് എൻ്റെ ട്രേഡിംഗ് ബാലൻസ് ഉള്ളത്. അപ്പോൾ ഏകദേശം എനിക്ക് ഈ പ്രൈസൊക്കെ ഒരു 100-110 സെല്ല് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു 100 ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. 100 ക്വാണ്ടിറ്റിക്ക് വേണ്ടത് 4490 രൂപയാണ് വേണ്ടത്. ഞാനിവിടെ ഇതിപ്പോൾ രാവിലെ തൊട്ട് നെഗറ്റീവ് ട്രെൻഡ് ആയിരുന്നു, അതിൻ്റെ ചെറിയൊരു പോസിറ്റീവ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ 225.05 നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ 225.05 ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇരിക്കുന്നത് 224.95 ആണ്. ഞാൻ 225.05 ഓർഡർ സെല്ല് ചെയ്യുകയാണ്. സെല്ലെടുത്തു, കൺഫേം സെല്ല് ചെയ്തു. ഇപ്പോൾ ഓർഡർ ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പെൻഡിങ് പൊസിഷനകത്ത് ഇത് കാണിക്കുന്നുണ്ട് 225.25 എന്ന പ്രൈസിലാണ് ഞാൻ ഇപ്പോൾ ഓർഡർ സെല്ല് ചെയ്തിരിക്കുന്നത്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഇതാണ്. ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് കൂടി 225.05 എത്തിയാലാണ് എൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ആകത്തുള്ളൂ. മേ ബി നമുക്ക് 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. എന്നിട്ടും ശരിയായില്ലെങ്കിൽ നമുക്കത് മാർക്കറ്റ് പ്രൈസിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഞാൻ ഈ 225 എടുത്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാര്യം പറഞ്ഞാൽ ബയ്യേഴ്സിൻ്റെ വോളിയം കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് സ്വല്പം മുകളിലേക്ക് കയറാനാണ് ചാൻസ്. അപ്പോൾ ഇപ്പോൾ അത് എക്സിക്യൂട്ട് ആയി തോന്നുന്നു. ഉണ്ടോ, ഇത് എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും 100 ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ പെൻഡിങ് ഓർഡറിൽ നിന്ന് പൊസിഷനിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും -100 ക്വാണ്ടിറ്റി എന്നാണ് കാണിക്കുന്നത്. അതായത് നമ്മൾ ആദ്യമേ സെല്ല് ചെയ്തു. നമ്മുടെ കയ്യിലില്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് ഇൻട്രാഡേയിൽ നമ്മൾ സെല്ല് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ ഇന്ന് മാർക്കറ്റ് അവസാനേക്കാളും മുമ്പ് തിരിച്ച് മേടിച്ചോളാം എന്നുള്ളൊരു കൺഫർമേഷൻ്റെ പുറത്താണ് സെല്ല് ചെയ്യണത്. ഇപ്പം നമ്മളത് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രോക്കർ തന്നെ അത് ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ മേടിച്ച പ്രൈസ് 225.05 ആണ്. അതിനേക്കാളും പ്രൈസ് കൂടി 225.10 ആയി. അന്നേരം എനിക്ക് -5 ആണ് ലോസ് കാണിക്കുന്നത്. ഇത് പ്രൈസിന് കുറഞ്ഞാലാണ് എനിക്ക് ബെനിഫിറ്റായിട്ട് വരത്തുള്ളൂ. ഇതാണ് കണ്ടോ, ഇപ്പോൾ ഏകദേശം പ്രൈസ് 226 കൂടിയപ്പോൾ -95 എത്തി. ഇതിന് പ്രൈസ് എൻ്റെ പ്രതീക്ഷ ഇത് തിരിച്ച് വീണ്ടും ഡൗണിലേക്ക് തന്നെ പോകുന്നതാണ് പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട് സെൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇതിപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തൊരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണമെങ്കിൽ, സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ട പോയിൻ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ചാർട്ടൊന്ന് എടുത്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ 10 ഡേയ്സ് മൂവിങ് ആവറേജ്. അതായത് ഏകദേശം ഒരു 226-27 ഒക്കെ ആയിട്ട് അതിന് മുകളിലേക്ക് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് തിരിച്ച് കംപ്ലീറ്റ് അപ് ട്രെൻഡിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ ഞാൻ 228 ഏകദേശം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത്. അതും കാണിച്ചാൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന്. സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ ആ പ്രൈസിന് മുകളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈ ചെയ്യണം. ആ വരുന്ന ലോസ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അതിൻ്റെ അത് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സ്റ്റോപ്പ് ലോസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ക്വാണ്ടിറ്റി ഇതാണ്, ഇവിടെ ബൈ ആണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ 228 ഏകദേശം ഞാൻ 25 ആണ് ഉപയോഗിച്ചത്. 26, 27, 28, 29 ആണെങ്കിലും എനിക്ക് വിഷയമില്ല. ഒരു 400 റുപ്പീസൊക്കെ ലോസ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. 0.5 ആണ് ഞാൻ പ്രൈസ് കൊടുക്കുന്നത്. അതായത് എക്സാക്ട്ലി ഒരു 400 റുപ്പീസ്. ട്രിഗർ ഞാൻ സെറ്റ് ചെയ്യുന്നത് 229 എന്നുള്ള ട്രിഗർ ഞാൻ സെറ്റ് ചെയ്തു. അതായത് 229 എന്നുള്ള പ്രൈസ് ഇത് കൂടി 229.0 ആയിട്ടുണ്ടെങ്കിൽ 229.05 എന്ന പ്രൈസിലേക്ക് ഞാൻ ഒരു ബൈ ഓർഡർ സെൻഡ് ചെയ്യണം. അത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടിയ പ്രൈസിന് ഒരു ബൈ ഓർഡർ സെൻഡ് ചെയ്യണം. അപ്പോൾ അത് എക്സിക്യൂട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഞാനത് ബൈ ചെയ്തു, കൺഫേം ബൈ ചെയ്തു. അത് കുറച്ച് സ്ലോ ആണിട്ട്. അതായത് ഞാൻ ചെയ്തത് 225.05 എന്ന പ്രൈസിലും രാവിലെ സെല്ല് ചെയ്തിട്ടു. സ്റ്റോപ്പ് ലോസ് ആയിട്ട് 229.05 എന്ന പ്രൈസിൽ
ബൈ ചെയ്യാനിട്ടു, സ്റ്റോപ്പ് ലോസ് ആയിട്ട്. അപ്പോൾ ഇനി ഇതിന് പ്രൈസ് താന്ന് കറണ്ട് മാർക്കറ്റ് പ്രൈസ് താന്ന് ഒരു 220 ഒക്കെ ആവുകയാണെങ്കിൽ എനിക്കിത് സ്ക്വയർ ഓഫ് ചെയ്യുകയാണെങ്കിൽ അബൌട്ട് ഒരു 400 റുപ്പീസ് എനിക്ക് ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ്, എങ്ങനെയാണ് നമുക്ക് ഷോർട്ട് സെൽ ചെയ്യാന്നുള്ളത്. ഷോർട്ട് സെൽ ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് ചെയ്യേണ്ടത് ബൈ ഓർഡറാണ്. ബൈ ഓർഡർ ആകുമ്പോൾ ലിമിറ്റിനേക്കാളും കൂടുതലായിരിക്കണം നമ്മുടെ പ്രൈസ് കൊടുക്കേണ്ടത്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഷോർട്ട് ലോസിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു ക്വാണ്ടിറ്റി നമ്മൾ ബ്രോക്കറിനോട് കടം പറയുകയാണ്, ഇന്ന് രാവിലെ ഞാൻ ഇത്രയും വിറ്റിട്ടുണ്ട്, വൈകുന്നേരം എന്താണ് പ്രൈസ് എങ്കിലും ഞാൻ മേടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞൊരു കൺഫർമേഷന് പുറത്ത് ചെയ്യുന്ന ഓർഡറാണ് ഷോർട്ട് സെൽ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഇത് പ്രോഫിറ്റ് ആണെങ്കിൽ ഞാൻ വൈകുന്നേരം എൻ്റെ സ്നാപ്പ് അയക്കാൻ നോക്കാം, അല്ലെങ്കിൽ ഇതിന് വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട, നമുക്ക് കുറച്ച് നേരം വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇത് പ്രൈസ് ബെറ്റർ ആവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്വയർ ഓഫ് ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ വീഡിയോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഏഞ്ചൽ ബ്രോക്കിങ്ങിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കിടക്കുന്നുണ്ട്, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. വേറെ എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല. ഇനി ഇവരുടെ എന്തെങ്കിലും ചാർജസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ്. നല്ലൊരു ബ്രോക്കറാണ്. അപ്പോൾ ഇപ്പോൾ പ്രൈസ് കുറഞ്ഞു, ഞാൻ കാണിച്ചു തരാം. 225.05 ഓക്കെ ഉണ്ടെന്നു ആണ്. ഇപ്പോൾ ഗെയിനും ഇല്ല ലോസും ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇനി 225 താഴേക്ക് പ്രൈസ് പോകുകയാണെങ്കിൽ എനിക്കിവിടെ ഗെയിൻ വരുന്നത് കാണാൻ സാധിക്കും. നമുക്ക് ഒരു മിനിറ്റ് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, എന്ത് വ്യത്യാസം വരുന്ന അറിയാമല്ലോ. പ്രൈസ് കൂടുകയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബയേഴ്സിൻ്റെ ആണോ സെല്ലേഴ്സിൻ്റെ ആണോ വോളിയം കൂടുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ബയേഴ്സാണ് കൂടുതൽ, അതായത് ഒരു പോസിറ്റീവ് ട്രെൻഡിലേക്ക് പോകാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. നമുക്കിപ്പോൾ സ്ക്വയർ ഓഫ് ചെയ്താൽ ഇത്ര ലോസ് അക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ല, 29, 30 കറസ്പോണ്ടിങ് സെല്ലേഴ്സിൻ്റെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. ഇപ്പോൾ നോക്കാം, സെല്ലേഴ്സിൻ്റെ എണ്ണമാണ് കൂടുന്നത്. ഇവിടെ 1,29,000 ആണ് ബയേഴ്സ്, ഇവിടെ 1,22,000 ആണ് സെല്ലേഴ്സ്. ഇപ്പോൾ ടോട്ടൽ നിൽക്കുന്ന ബയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്, പക്ഷേ കൂടുതൽ സെല്ലേഴ്സ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ട്രേഡ് എടുക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അതായത് കറൻറ്റിനകത്തുള്ള ബയേഴ്സിനും സെല്ലേഴ്സിനും എണ്ണം നോക്കുക, പിന്നെ എവിടെയാണ് ഫിഗർ കൂടുന്നതെന്ന് നോക്കുക. കൂടുതൽ സെല്ലേഴ്സ് വരുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് താഴേക്ക് പോകാനാണ് ചാൻസ്, കൂടുതൽ ബയേഴ്സ് വരുവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോകാനാണ് ചാൻസ്. അപ്പോൾ അതൊരു നോക്കാവുന്ന ഫിഗറാണ്. ഞാൻ പിന്നെ നോക്കുന്നത് മൂവിങ് ആവറേജ് നോക്കും, 10 ഡേയ്സ് മൂവിങ് ആവറേജ് നോക്കും, ഇതൊക്കെയാണ് പൊസിഷൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലം ഈ വീഡിയോയുടെ പോസ്റ്റ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് നല്ലൊരു പൊസിഷനിലേക്ക് വരുവാണെങ്കിൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് സ്ക്വയർ ഓഫ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം. അല്ലെങ്കിൽ സ്ക്വയർ ഓഫ് ചെയ്യാനായിട്ട് പാടൊന്നുമില്ല, ഞാൻ അതെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ ഇവിടെ പൊസിഷനകത്ത് ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ജസ്റ്റ് ആ എക്സിറ്റിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും ലിമിറ്റ് പ്രൈസിലാണോ മാർക്കറ്റ് പ്രൈസിലാണോ എക്സിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ കറണ്ട് നിൽക്കുന്ന പ്രൈസിന് എക്സിറ്റ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ താഴെ ഒരു വാല്യൂ ആണ് സെറ്റ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു 220 ആയിട്ട് മതി എന്നാണെങ്കിൽ നമുക്ക് ആ ഫിഗറോടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാൻ അവിടെ ഒരു 220 കൊടുക്കുന്നതായിരിക്കുക. 220 കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ് 220.3 ആവുന്നത് ആ സമയത്തായിരിക്കും ഈ ഓർഡർ എക്സിറ്റ് ആവുന്നത് സ്ക്വയർ ഓഫ് ചെയ്യും, അതായത് ബൈ ചെയ്യും. ഞാൻ രാവിലെ സെല്ലാണല്ലോ ചെയ്തത്, അത് ബൈ ചെയ്യും. അപ്പോൾ ഞാൻ വേണ്ടി പ്ലേസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം ജസ്റ്റ് പ്ലേസ് ചെയ്ത് അവിടെ കിടക്കുന്നുള്ളൂ. ഞാൻ ഇപ്പോൾ എക്സിറ്റ് ക്ലിക്ക് ചെയ്തു, കൺഫേം എക്സിറ്റ് കൊടുത്തു. ബൈ ആണ് 220.30 ആണ്, കൺഫേം എക്സിറ്റ് കൊടുത്തു. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിപ്പോൾ റോബോ ഓർഡർ സ്റ്റൈലിൽ കിടക്കുവാണ്. എൻ്റെ ടാർഗറ്റ് ഓർഡറായിട്ട് കിടക്കുന്നത് 220 എന്നുള്ള ഓർഡറാണ്. എൻ്റെ സ്റ്റോപ്പ് ലോസ് ഓർഡർ 229 അത് 229.05 എത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഓർഡർ എനിക്ക് നഷ്ടത്തിൽ ക്ലോസ് ചെയ്യാൻ പറ്റും. 220.30 എത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ തൽക്കാലം പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ നമുക്ക് ടാർഗറ്റ് ഓർഡർ ഇപ്പോൾ വേണ്ട, അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഞാൻ ഇപ്പോൾ എൻ്റെ തൽക്കാലം ടാർഗറ്റാണ് ക്യാൻസൽ ചെയ്യുന്നത്. കാരണം എനിക്ക് ഇതിന് താഴെ പോകുന്നത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് മാർക്കറ്റ് അത്രയും ക്രാഷായി നിൽക്കുന്ന സ്ഥിതിക്ക് അത് ക്ലിക്ക് ചെയ്യുക, ക്യാൻസൽ കൊടുക്കുക, എസ് കൊടുക്കുക. അപ്പോൾ അത് ക്യാൻസലായി. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാൻ പഠിക്കുന്ന വോയിസ് ഇട്ടാൽ മതി, എനിക്കറിയാവുന്നതാണ് ഞാൻ പറഞ്ഞുതരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ, സീ യു. ഞാൻ നോക്കട്ടെ ഇപ്പോഴത്തെ പൊസിഷന് വേണ്ടി നോക്കിയിട്ട് നിർത്താം. ഇപ്പോഴും മൈനസ് തന്നെയാണ് നിൽക്കുന്നത്, ഇനി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്യുകയാണ് ഞാനിവിടെ.